ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച സർക്കാർ. ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്നും പ്രത്യേക സംഘം മൊഴിയെടുക്കും. പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും. ചൊക്കന കാരിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കൊടാലി സ്വദേശി നസീബാണ് മരിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുട്ടിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചേർപ്പ് ചൊവ്വൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. പമ്പിന് സമീപത്തെ 12 വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. നിർമ്മാണം പാതിവഴിയിൽ നിലച്ച മാളാപ്പൂപ്പത്തിയിലെ ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. അഷ്ടമിരോഹിണി നാളെ. ജന്മാഷ്ടമിക്കൊരുങ്ങി ഗുരുഭവനപുരി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടക്കും. തൃശൂർ നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് ഗതാഗത നിയന്ത്രണം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സർക്കാർ. ക്രൈം ADGP H. വെങ്കടേഷ് മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിൽ 4 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ടാകും. തൃശൂർ DIG അജിത ബീഗം, മെറിൻ ജോസഫ്, G. പുങ്കുഴലി, ഐശ്വര്യ ദോങ്കരെ, B. അജിത്, S. മധുസൂദനൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്നും പ്രത്യേക സംഘം മൊഴിയെടുക്കും. ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും. മുഖ്യമന്ത്രിയും DGPയുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. യുവനടിയുടെ ലൈംഗികാരോപണത്തിന് പിന്നാലെയാണ് രാജി. രാജിക്കത്ത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് അയച്ചു. നിലവിലെ ആരോപണങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം എന്നാണ് രാജിക്കത്തിലുള്ളത്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വമേധയാ രാജിവെക്കുകയാണെന്ന് സിദ്ദിഖ് പ്രതികരിച്ചു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നടി രേവതി സമ്പത്താണ് രംഗത്തെത്തിയത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള ലൈംഗികാരോപണം അമ്മ സംഘടനയിലും പുതിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ബംഗാൾ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കുന്നതാണ് നല്ലതെന്നായിരുന്നു LDFിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഇതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ. പിന്നാലെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായിരുന്നു. ചൊക്കന കാരിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കൊടാലി വലിയകത്ത് കുഞ്ഞുമോന്റെ മകൻ 26 വയസ്സുള്ള നസീബാണ് മരിച്ചത്. കാരിക്കടവിൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തടയണയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തടയണയുടെ കോൺക്രീറ്റ് ഓവിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ നാട്ടുകാർ ചേർന്ന് കയർ ഉപയോഗിച്ച് ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. വിവരമറിഞ്ഞ് പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയും വെള്ളിക്കുളങ്ങര പോലീസും സ്ഥലത്തെത്തി. സൗദി അറേബ്യയിലായിരുന്ന നസീബ് 3 ആഴ്ച മുൻപാണ് കുടുംബസമേതം നാട്ടിലെത്തിയത്. ഗുരുവായൂർ തൊഴിയൂരിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിലയിൽ ഹംസക്കുട്ടിയുടെ ഭാര്യ 52 വയസ്സുള്ള റസിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയ ഇവരെ പുറത്തെടുത്ത് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുട്ടിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെമ്മാപ്പള്ളി തച്ചപ്പള്ളി വീട്ടിൽ പ്രഭാകരൻ മകൻ 29 വയസ്സുള്ള പ്രഭുലാലാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇയാൾ പുഴയിൽ ചാടിയത്. കഴിഞ്ഞ ദിവസം തെരച്ചിലിൽ ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. ഞായറാഴ്ച രാവിലെയാണ് മണലൂർ പാലാഴി പുഴയരികിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചൊവ്വൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. പമ്പിന് സമീപത്തെ 12 വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന വെള്ളം ഉപയോഗശൂന്യമായത്. ഈ വെള്ളത്തിൽ കുളിച്ചവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് നടന്ന ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കിണറുകളിൽ പെട്രോൾ കലർന്നതായി കണ്ടെത്തി. വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് നടത്തിയത്. CPM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം AV സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു. PC അനീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം വനജ സോളമൻ, PP അനീഷ്,
KV വിജയൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പമ്പ് മാനേജർമാരുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തി. അടിയന്തരമായി പമ്പിലെ ചോർച്ച തടയുക, പമ്പുടമയുടെ ചെലവിൽ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുക, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ സമരസമിതിയുടെ ആവശ്യങ്ങൾ പമ്പുടമ അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള അർണോസ് ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ജർമ്മനിയിൽ നിന്ന് 1700-ൽ ഇന്ത്യയിലെ സൂറത്തിലും പിന്നീട് കേരളത്തിൽ വേലൂരിലുമെത്തിയ അർണോസ് പാതിരി സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഒട്ടനവധി സംഭാവനകളാണ് മലയാളത്തിന് നൽകിയത്. ചതുരന്ത്യം, പുത്തൻപാന, ഉമ്മാപർവം, ഉമ്മാട ദുഃഖം തുടങ്ങി അദ്ദേഹം രചിച്ച കാവ്യങ്ങൾ മലയാളത്തിന് പ്രബുദ്ധതയേകി. അദ്ദേഹം വേലൂരിൽ താമസിച്ചിരുന്ന ഭവനം ചരിത്രത്തിൽ ഇടം നേടുകയും അർണോസ് ഭവനവും അദ്ദേഹം നിർമ്മിച്ച പള്ളിയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഭവനം സംരക്ഷിക്കാൻ അധികൃതർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. മേൽക്കൂരയുടെ ഉത്തരങ്ങൾ ഉൾപ്പെടെയുള്ള മരവുരുപ്പടികൾ ജീർണിച്ചും ചിതലരിച്ചും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി കെട്ടിടം സംരക്ഷിക്കണമെന്ന് ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ആവശ്യപ്പെട്ടു. അർണോസ് പാതിരിയാൽ സ്ഥാപിതമായിട്ടുള്ള ഈ വേലൂർ ഇടവക പള്ളി അർണോസ് പാതിരിയുടെ ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിലത്തെ ഓരോ മരങ്ങളും കുറേ അത് ചെതല് പിടിച്ചിട്ട് പോവുകയാണ്. പുരാവസ്തുകാർ വന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു, പക്ഷേ അതിൻ്റെ ഒരു ഫലം പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ പ്രത്യേകിച്ച് ആ ബിൽഡിംഗ് സൂക്ഷിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭവനത്തിൻ്റെ ജീർണാവസ്ഥയെക്കുറിച്ച് വേലൂരിലെ ജോൺ കള്ളിയത്ത് മാസ്റ്റർ മുൻപ് പുരാവസ്തു വകുപ്പിന് പരാതി നൽകിയിരുന്നു. കോവിഡ് കാലം കഴിഞ്ഞാൽ ഉടൻ ശരിയാക്കാം എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഭവനം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. TCV ന്യൂസ്, എരുമപ്പെട്ടി. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ മകളുടെ വെട്ടേറ്റ് അമ്മയ്ക്ക് പരിക്ക്. കയ്യിൽ സാരമായി പരിക്കേറ്റ കണ്ണംകുഴി വെളുത്തായി വീട്ടിൽ പാറുകുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബവഴക്കിനെ തുടർന്ന് മകൾ ബീനയാണ് അമ്മയെ വെട്ടിയത്. നിർമ്മാണം നിലച്ച മാള പൂപ്പത്തിയിലെ കേരള ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. ഖാദി നെയ്ത്ത് നൂൽപ്പ് കേന്ദ്രം ആധുനിക രീതിയിൽ സൗകര്യമൊരുക്കുന്നതിനും കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് നിർമ്മാണം തുടങ്ങിയത്. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ പദ്ധതി 2022 ഒക്ടോബർ 22-നാണ് നിർമ്മാണം തുടങ്ങിയത്. കരാറുകാരനായ സിൽവി റോച്ച ഇതിനകം നിർമ്മാണത്തിനായി 18 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. ഇതിൽ 8.47 ലക്ഷം രൂപയുടെ ആദ്യ ബില്ല് നൽകിയിട്ട് 9 മാസം കഴിഞ്ഞിട്ടും അനുവദിച്ചു കിട്ടിയിട്ടില്ല. ഇനി മേൽക്കൂര കോൺക്രീറ്റിംഗും തേപ്പ്, ജനൽപാളികൾ നിർമ്മിക്കൽ എന്നിവയാണ് ശേഷിക്കുന്നത്. ആദ്യ ബില്ല് നൽകിയ ശേഷം 6 മാസം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് 3 മാസം മുൻപ് ഇനി നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കത്ത് നൽകിയത്. ചെലവഴിച്ച പണത്തിൽ യാതൊന്നും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ 7 മാസമായി നിർമ്മാണം നടത്തിയിരുന്നില്ല. പ്രധാന കോൺക്രീറ്റിംഗിനായി സാധന സാമഗ്രികൾ വാടകയ്ക്കെടുത്തതിന് 37,000 രൂപ കൂടി കൊടുത്താണ് നിർമ്മാണം ഉപേക്ഷിച്ചു പോയത്. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ 1982-ൽ ആരംഭിച്ച ഖാദി നൂൽ നെയ്ത്തു കേന്ദ്രത്തിന്റെ പ്രതാപകാലം അവസാനിച്ചിരിക്കെയാണ് പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. TCV ന്യൂസ്, മള. അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണി നാളെ. ജന്മാഷ്ടമിക്കായി ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമ്മാല്യം മുതൽ ദർശനത്തിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാവിലെ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും ഗോപികമാരും അണിനിരക്കുന്ന ഘോഷയാത്രയും നടക്കും. ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ ഊട്ടും നൽകും. 4 ലക്ഷത്തോളം ഭക്തർക്കുള്ള പ്രസാദ ഊട്ടാണ് തയ്യാറാക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ശീവേലി എഴുന്നള്ളിപ്പ് നടക്കുക. വിശേഷാൽ പഞ്ചവാദ്യവും തായമ്പകയും ഉണ്ടാകും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരക്കുന്ന ശോഭായാത്രകൾ നടക്കും. തൃശൂരിലെ ശോഭായാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വയനാടിനായുള്ള സ്നേഹനിധി സമർപ്പണവും ഇതോടൊപ്പം നടക്കും. നഗരത്തിൽ നടക്കുന്ന ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റോഡിലും സമീപ റോഡുകളിലും ഉച്ചയ്ക്ക് 12 മുതൽ പാർക്കിംഗ് അനുവദിക്കില്ല.
കണ്ണനെ കാണാൻ പതിവ് തെറ്റാതെ പദയാത്രയായി പാലക്കാട് എലപ്പുള്ളിയിൽ നിന്ന് 40-അംഗ സംഘം ഗുരുഭവനപുരിയിലെത്തി. അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ തൊഴാൻ 45-ാമത്തെ വർഷമാണ് ഇവരെത്തുന്നത്. ഓഗസ്റ്റ് 22-നാണ് എലപ്പുള്ളി പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ഇവർ യാത്ര തിരിച്ചത്. 115 കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഭക്തസംഘം ഗുരുവായൂരിലെത്തുന്നത്. വയോധികരും കുട്ടികളും അടക്കമുള്ളവർ സംഘത്തിലുണ്ട്. 10 വയസ്സുകാരനായ സിദ്ധാർത്ഥ മുതൽ 75 വയസ്സുള്ള ലക്ഷ്മി അമ്മ വരെ സംഘത്തിലുണ്ട്. ആർ കണ്ണൻ, എ പ്രദീപ്, കെ ഗണേശൻ, ശാന്താരാജൻ, എം സുമതി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. തേനൂർ കാളിക്കാവ്, പഴയന്നൂർ ക്ഷേത്രം, തിരുവല്ലാമല ക്ഷേത്രം, പാറക്കോട്ടുകാവ്, അകമല ശാസ്താക്ഷേത്രം, ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം ക്ഷേത്രം, നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനത്തിന് ശേഷമാണ് ഗുരുവായൂരിലെത്തുന്നത്. അഷ്ടമി രോഹിണി നാളിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്താണ് ഇവർ മടങ്ങുക. TCV ന്യൂസ്, എരുമപ്പെട്ടി. അതിരപ്പള്ളിയിൽ വിനോദയാത്രയ്ക്കെത്തിയ യുവതിക്ക് കുരങ്ങിന്റെ കടിയേറ്റ് പരിക്ക്. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിനി ഐശ്വര്യയെയാണ് കുരങ്ങ് ആക്രമിച്ചത്. വെള്ളച്ചാട്ടം കണ്ട ശേഷം വീട്ടുകാരും ഒന്നിച്ച് മടങ്ങുകയായിരുന്നു യുവതി. ഇവർ കൈവശമുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കുരങ്ങിന് എറിഞ്ഞുകൊടുത്തുവെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം കണ്ട് കുരങ്ങ് ചാടിയെത്തി ആക്രമിക്കുകയായിരുന്നു. ഇടത് കൈത്തണ്ടയിൽ ആഴത്തിൽ മുറിവേറ്റ ഇവരെ പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KPPA സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന കൺവെൻഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ MR അജിത് കിഷോർ അധ്യക്ഷത വഹിച്ചു. കേരള ഫാർമസി കൌൺസിൽ പ്രസിഡന്റ് OC നവീൻ ചന്ദ്, TB ജിനൽ, KP ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള സുരക്ഷിതത്വവും തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള അവകാശങ്ങളും എല്ലാം സംരക്ഷിക്കുന്നു. നഗരസഭകളിൽ നടക്കുന്ന ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് തൃശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUC ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ VK രാജൻ സ്മാരക ഹാളിൽ നടന്ന യോഗം വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന സെക്രട്ടറി PA ജിറാർ ഉദ്ഘാടനം ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ AITUC മണ്ഡലം കമ്മിറ്റി അംഗം PT ബിജുവിനെ യോഗം ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വലിയകത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TR ബാബുരാജ്, CC വിപിൻ ചന്ദ്രൻ, PV സുഭാഷ്, M രാധാകൃഷ്ണൻ, ബാബു ചിങ്ങാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് മാസം 6 പിന്നിടുമ്പോഴും കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകാത്തതിൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം. 2024 ഫെബ്രുവരി 16-നാണ് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഇപ്പോഴും വൈദ്യുതി, വെള്ളം മുതലായ അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിടത്തിലേക്ക് ലഭ്യമാക്കിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടന മാമാങ്കമാണ് നടത്തിയതെന്ന് UDF മുൻപ് ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഐസൊലേഷൻ വാർഡിലെ നിലവിലെ അവസ്ഥ. ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അടഞ്ഞുകിടക്കുന്ന വാർഡിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് വാർഡ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം RK ഇസ്മയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിമാരായ AH സൈനുൽ അബിദീൻ, VM മനാഫ്, വൈറ്റ്ഗാർഡ് പഞ്ചായത്ത് ക്യാപ്റ്റൻ PS ഷമീർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി, ട്രഷറർ ഷബീർ പുതിയങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 യുവാക്കളെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊഴുക്കുള്ളി സ്വദേശി കേങ്ങത്ത് വീട്ടിൽ സത്യജിത്ത്, മുറുക്കനിക്കര സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ശങ്കരാടി എന്ന വിഷ്ണു ശങ്കർ എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. സത്യജിത്തിന് 6 മാസത്തേക്കും വിഷ്ണു ശങ്കറിന് 1 വർഷത്തേക്കുമാണ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കൊരട്ടി മംഗലശ്ശേരിയിലെ യുണൈറ്റഡ് ക്ലബിൽ പണം വെച്ച് ചീട്ടുകളിച്ച് 26-അംഗ സംഘത്തെ ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 3.5 ലക്ഷത്തോളം രൂപയും പിടിച്ചെടുത്തു. ഇവിടെ സ്ഥിരമായി ഇത്തരം ചീട്ടുകളി നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം, തൃശൂർ ജില്ലകളിലുള്ളവരാണ് ഇവിടെ വലിയ തോതിൽ പണം മുടക്കി ചീട്ട് കളിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു.
വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നെല്ലങ്കര പറവട്ടാനി റോഡിലെ അപകടകരമായ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നെല്ലങ്കര മുക്കാട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചത്. സംഘടനാ പ്രസിഡന്റ് KS സുധീഷ്, സെക്രട്ടറി അജേഷ്, ട്രഷറർ CD ബാബു, രക്ഷാധികാരി മോഹൻദാസ്, ജോയിന്റ് സെക്രട്ടറി ജോസ് പടവൻ, വൈസ് സെക്രട്ടറി KM നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമീരണൻ ആമലത്ത് രചിച്ച സർപ്പസുന്ദരി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ N ശ്രീകുമാർ, CR ദാസ്, TK പൊറിഞ്ചു, ഫാദർ ബിൽസൺ കൊക്കാട്ട്, BP അംബുജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. ഉല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറൂന ദേവാലയത്തിൽ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ ഭാഗമായുള്ള എക്സിബിഷൻ സംഘടിപ്പിച്ചു. ജീസസ് യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആനിമേറ്റർ ഫാദർ ആൽബിൻ ചൂണ്ടൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിൻഡോ മാറോക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗർഭസ്ഥ ശിശുക്കളിലെ ജീവന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളിലായാണ് എക്സിബിഷൻ നടക്കുന്നത്. നിർമ്മാണ തൊഴിലാളിയായി അരിമ്പൂരിലെത്തിയ 20-കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി നേടിയത് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടങ്ങൾ. കുന്നത്തങ്ങാടിയിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സാമ്രാട്ട് ഘോഷാണ് ഈ നേട്ടങ്ങളിലൂടെ താരമായി മാറുന്നത്. അരിമ്പൂരിലേക്ക് 5 വർഷം മുൻപ് കെട്ടിടം പണിക്കായാണ് മൂർഷിദാബാദ് സ്വദേശിയായ സാമ്രാട്ട് ഘോഷ് എത്തിയത്. ജോലിക്കൊപ്പം ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും ഈ യുവാവ് നടത്തിയ കഠിന ശ്രമമാണ് ലക്ഷ്യം നേടിയത്. സ്ഥലത്തെ ജിംനേഷ്യത്തിൽ ചേർന്ന് ട്രെയിനർ അഖിലിന്റെ കീഴിലുള്ള ചിട്ടയായ പരിശീലനവും തൊഴിലിനിടയിലെ ഇടവേളകളിലെ പരിശ്രമവും വിജയകാരണമായി. കാപ്പ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ 65 കിലോഗ്രാം സബ് ജൂനിയർ വിഭാഗത്തിൽ സാമ്രാട്ട് ഘോഷ് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടം കരസ്ഥമാക്കി. സൗത്ത് ഇന്ത്യയിൽ നടന്ന സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പും സാമ്രാട്ടായിരുന്നു. മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഈ ചെറുപ്പക്കാരൻ. കേരളത്തിൽ വന്നത് 5 വർഷമായി. പിന്നെ ടേപ്പ് പണികൾ മാസൺ പണി ചെയ്യും. മാക്സിമം 8 മണി to 9 മണി പോകും. ജന്മനാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 1000 രൂപ കൂലി കിട്ടുന്നതിനാൽ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച് സമ്പാദ്യമാക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിച്ച് നേട്ടങ്ങൾ കരസ്ഥമാക്കാനുമുള്ള മോഹവുമായി തന്നെ ചേർത്ത് പിടിച്ച മലയാള മണ്ണിൽ നിന്ന് മടക്കമില്ലെന്ന തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ യുവാവ്. TCV ന്യൂസ്, തൃശൂർ. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായി സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റി പ്ലാറ്റൂൺ റാലി സംഘടിപ്പിച്ചു. ചെമ്പൂക്കാവിൽ നിന്നും ആരംഭിച്ച റാലി EMS സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ CK റാഷിദ് മുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ മിഥിലാജ് മതിലകം, വാഹിദ് നിസാമി എളവള്ളി, കബീർ കുറുക്കഞ്ചേരി, മാഹിൻ വടൂക്കര, നിസാർ കോതച്ചിറ, PSM റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ാകുന്ന മണ്ഡലങ്ങളിലേക്ക് കൃത്യമായി പകർന്നു നൽകുക എന്നതാണ് ഇത്തരം പരിപാടികളെ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 70 വർഷക്കാലം കേരളത്തിൻ്റെ മണ്ണിൽ സുന്നി യുവജന സംഘത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ എന്തു നിർവഹിച്ചു. ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായി SYSന്റെ ഉണർത്ത് സമ്മേളനത്തിന് തുടക്കമായി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനത്തിൽ പാലപ്പള്ളി മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി. ഇബ്രാഹിം ബാഖവി മേൽമുറി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് മാഹിൻ സുഹരി അധ്യക്ഷത വഹിച്ചു. MM ഇബ്രാഹിം ഹാജി, ഷമീർ റിയാഡ്, ബഷീർ അഷ്റഫി, KB ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു.
കവി ദേവി നെടിയൂട്ടത്തിന്റെ പ്രഭാതഗീതികൾ എന്ന 2 കാവ്യസമാഹാരങ്ങളുടെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ എഴുത്തുകാരി ശ്രീദേവി അമ്പലപുരത്തിന് നൽകി. കവി പ്രൊഫസർ ശ്രീലകം വേണുഗോപാൽ നിർവഹിച്ചു. പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം മുൻ പ്രസിഡന്റ് ജോസഫ് പനക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ പ്രൊഫസർ PA വർഗീസ് അധ്യക്ഷത വഹിച്ചു. കവിയും അധ്യാപകനുമായ ജോയ് ചിറമൽ, എഴുത്തുകാരി മായ കൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ CJ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന MC ആഗസ്ത്യയുടെ 5ാം അനുസ്മരണ സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ആഗസ്ത്യയുടെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ അവാർഡ് കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KS സുദർശന് മന്ത്രി സമ്മാനിച്ചു. കമ്മിറ്റി ചെയർമാൻ ജോർജ് V ഐനിക്കൽ അധ്യക്ഷനായി. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി മുഖ്യാതിഥിയായി. MLA സനീഷ് കുമാർ ജോസഫ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജീൻ മൊറേലി, CFI ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ PJ മാത്യു, ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ചെയർമാൻ SP രവി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം നഗരത്തിൽ നിന്ന് 3 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിലായി. അകലാട് സ്വദേശി അനസനെയാണ് കുന്നുകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നുകുളം പട്ടാമ്പി റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് അനസെന്ന് പോലീസ് പറഞ്ഞു. സ്വരസാഹിതി കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും സമ്മേളനവും നടന്നു. ചെമ്പുക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ അജയ് ഗോപാൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഗീതാഞ്ജലി അധ്യക്ഷത വഹിച്ചു. ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. മുരളി മുത്തേരി, രാജീവ് പെരിങ്ങോട്ടുകര, പത്മിനി ശശിധരൻ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാവ്യാലാപനവും കലാവിരുന്നും അരങ്ങേറി. ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ മുന്നേറുന്ന തൃശൂർ രാഗം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന താനാര എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനായി ചിത്രത്തിലെ താരങ്ങളെത്തി. ഈ മാസം 23-ന് റിലീസായ താനാര എന്ന ചിത്രത്തിലെ അഭിനേതാക്കളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, ചിന്നു ചാന്ദിനി എന്നിവരാണ് തിയേറ്ററിലെത്തി കേക്ക് മുറിച്ച് കാണികളോടും തിയേറ്റർ ജീവനക്കാരോടുമൊപ്പം സന്തോഷം പങ്കിട്ടത്. നിരവധി മികച്ച ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഹരിദാസ് വീണ്ടും മെയിൽ സ്ട്രീം സിനിമയുടെ സജീവ ഭാഗമാകുന്ന ചിത്രമാണ് താനാര. ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, സ്നേഹ ബാബു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ അഭിനേതാക്കളെ അണിനിരത്തി ഹരിദാസ് ഒരുക്കിയ ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് റാഫിയാണ്. തൃശൂരിന്റെ അഭിമാനമായ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ തൃശൂർ ജോർജേറ്റൻസ് രാഗം 1974-ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതേ വർഷം ഓഗസ്റ്റ് 24-ന് രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ആധുനിക രീതിയിൽ നവീകരിച്ച തിയേറ്ററിൽ 750-ലേറെ പേർക്ക് സിനിമ കാണാവുന്ന വമ്പൻ സ്ക്രീനാണ് രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഹാവൽസിന്റെ രത്ന അവാർഡ് കരസ്ഥമാക്കി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിൽപ്പന രംഗത്തും വിൽപ്പനാനന്തര സേവന രംഗത്തും 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ ബാലിയിലെ ദി വെസ്റ്റിൻ റിസോർട്ട് നുസ ദുബൈയിൽ നടന്ന ചടങ്ങിൽ ഹാവൽസ് CMD അനിൽ റായ് ഗുപ്തയിൽ നിന്നും ഹാവൽസ് രത്ന അവാർഡ് സ്വീകരിച്ചു. ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബോഷ് അപ്ലയൻസസിന്റെ ഏറ്റവും മികച്ച ഡീലർക്കുള്ള പുരസ്കാരങ്ങൾ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഈയിടെ കരസ്ഥമാക്കിയതിന് തൊട്ടുപിറകെയുള്ള ഹാവൽസിന്റെ രത്ന അവാർഡ് നേട്ടം വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ പ്രവർത്തനങ്ങൾക്ക് അഭിമാനകരമായ ഊർജം പകർന്നിരിക്കുകയാണെന്ന് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ വ്യക്തമാക്കി. KCYM കോട്ടപ്പുറം രൂപതാ സമിതിയുടെയും കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവകയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപതാ യുവജന സംഗമം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ KCYM രൂപതാ പ്രസിഡന്റ് ജെൻസൺ ആൽബി പതാക ഉയർത്തി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ, കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത്, സഹവികാരി ഫാദർ എബനേശ്വർ ആന്റണി കാട്ടിപ്പറമ്പിൽ, KCYM രൂപതാ ഡയറക്ടർ ഫാദർ നോയൽ കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
മാരകരോഗത്തിന്റെ പിടിയിലായ ഒരു കുടുംബനാഥനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന് കയ്യും മെയ്യും മറന്നൊന്നിക്കുകയാണ് അതിരപ്പള്ളിയിലെ ജനങ്ങൾ. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 10ാമത്തെ ജീവകാരുണ്യ ദൗത്യമാണിത്. തലച്ചോറിൽ അർബുദബാധയുണ്ടായ വെറ്റിലപ്പാറയിലെ എടത്താടൻ ഉണ്ണികൃഷ്ണന്റെ ജീവൻ നിലനിർത്താനാണ് നാടാകെ ഒന്നിച്ചത്. വിനോദയാത്രികർ ഉൾപ്പെടെ നിരവധി പേരാണ് കാരുണ്യത്തിന്റെ ബക്കറ്റിലേക്ക് പണം നൽകുന്നത്. വെറ്റിലപ്പാറ 13-ലെ ഷാജി പാപ്പന്റെ തട്ടുകട കേന്ദ്രീകരിച്ചും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയും ചില്ലുപെട്ടികൾ നിരത്തിവെച്ചിട്ടുണ്ട്. ചായക്കുടി കഴിഞ്ഞ് ഇതിലേക്കിടുന്ന നോട്ടിന് ആരും ബാക്കി വാങ്ങാറില്ല. ഞായറാഴ്ചയിലെ പാലത്തിങ്കൽ ഷാജിയുടെ കടയിലെ എല്ലാ വരുമാനവും ചെന്നെത്തുന്നത് ഉണ്ണികൃഷ്ണന്റെ ചികിത്സാ നിധിയിലേക്കാണ്. സൗജന്യമായി കിട്ടിയ കാർഷിക വിളകൾ ലേലം ചെയ്തും വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയും സംഭാവനകൾ ശേഖരിക്കും. ഒരു ഗ്രാമം മുഴുവൻ ഉണ്ണികൃഷ്ണന് വേണ്ടി രംഗത്തുണ്ടെന്ന് സുധേവൻ കണ്ണത്ത് പറഞ്ഞു. ഉണ്ണികൃഷ്ണ ബ്രെയിൻ ട്യൂമറായിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നിർധന കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഉണ്ണികൃഷ്ണൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരിക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ, അതിരപ്പള്ളിയിലെ മുഴുവൻ ആളുകളും അതിൽ ജാതി, മതം, രാഷ്ട്രീയം, നിറം, കൊടി ഒന്നുമില്ലാതെ ഇറങ്ങിക്കൊണ്ട് പണം സ്വരൂപിച്ച് ഉണ്ണികൃഷ്ണനെ എത്ര കണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയുന്നു അത്ര കണ്ട് സഹായിക്കാനുള്ള ഒരു ഉദ്യമത്തിന് വേണ്ടി ഇന്ന് കാലത്ത് മുതൽ ഇവിടെ ഈ പിരിവ് തുടങ്ങിയിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. അന്തിക്കാട് കണ്ടാടി വലയിൽ കുരുങ്ങി അവശനിലയിലായ ചേരയെ നാട്ടുകാരുടെ സഹായത്തോടെ ദമ്പതികൾ രക്ഷപ്പെടുത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശികളായ പീച്ചെടുത്ത അശോകനും ഭാര്യ കോമളയുമാണ് 8 അടിയോളം നീളമുള്ള ചേരയെ രക്ഷപ്പെടുത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വലിച്ചെറിഞ്ഞ കണ്ടാടി വലയിലാണ് പാമ്പ് അകപ്പെട്ടത്. മരണവെപ്രാളം കാട്ടിയ പാമ്പിനെ വളരെ സാഹസികമായാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. പാമ്പിനെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. വാണിജ്യം. ലാമിയ സിൽക്സ് ആൻഡ് ലാമിയ ബേബി സ്റ്റുഡിയോ കയ്പമംഗലം 3 പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനം ഏറെ പുതുമകളോടെയാണ് ബേബി സ്റ്റുഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രമുഖ വസ്ത്ര ബ്രാൻഡുകളുടെ പുത്തൻ കളക്ഷനുകളും ടോയ്സും അടക്കം വൈവിധ്യമാർന്ന ശേഖരമാണ് നവീകരിച്ച ഷോറൂമിലുള്ളത്. ലാമിയ കുടുംബാംഗങ്ങളായ മുഹമ്മദ് ജാസിം, അബ്ദുള്ള ജാസിം, ഹസ ഫാത്തിമ, ഹയ അമ്രീൻ, ഫാത്തിമ അമ്രീൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ PMA ജബ്ബാർ സന്നിഹിതനായി. ലാമിയ സിൽസിൻ്റെ ബേബി സ്റ്റുഡിയോ 7ാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണെന്ന് ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ, കുട്ടികൾക്കായി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ടോയ്സ്, കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഈ ലാമിയ ബേബി സ്റ്റുഡിയോയിൽ ലഭിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നല്ല കുട്ടികളുടെ വസ്ത്രശേഖരണമുള്ള, അതിലേറ്റവും നന്നായി സെലക്ഷൻ കൊടുക്കാവുന്നതും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഫാബ്രിക് അത് വളരെ തരം തിരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾക്കുള്ള വസ്ത്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3249 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച സർക്കാർ. ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്നും പ്രത്യേക സംഘം മൊഴിയെടുക്കും. പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും. ചൊക്കന കരിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. കോടാലി സ്വദേശി നസീബാണ് മരിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുട്ടിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചേർപ്പ് ചൊവ്വൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. പമ്പിന് സമീപത്തെ 12 വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത്.
ചരിത്രപ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. നിർമ്മാണം പാതിവഴിയിൽ നിലച്ച മാളാപ്പൂപ്പത്തിയിലെ ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. അഷ്ടമിരോഹിണി നാളെ. ജന്മാഷ്ടമിക്കൊരുങ്ങി ഗുരുപൗനപുരി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടക്കും. തൃശൂർ നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് ഗതാഗത നിയന്ത്രണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.